പ്രിയമുള്ള കുട്ടികളെ, എല്ലാവർക്കും ഈസി ഇക്കണോമിക്സ് ലളിതം രസകരം ക്ലാസ്സിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള 2 ബുക്കുകളിലെ രണ്ടാമത്തെ ബുക്കായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ഇക്കണോമിക്സ്, ഇതിലെ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ, സ്ഥിതി വിവര കണക്കുകൾക്ക് ഒരു ആമുഖം, ഈ പാഠഭാഗം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ ആരംഭിക്കാം. ഓക്കെ, നമുക്കറിയാം, നമ്മൾ ഓരോരുത്തരും നിത്യേന ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾക്ക് നമ്മൾ ഓരോരുത്തരും പരിഹാരം കാണുന്നുമുണ്ട്, അല്ലേ? വിദ്യാർത്ഥി എന്ന നിലയിൽ നിങ്ങൾ ഓരോരുത്തരും നിത്യേന ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടേയിരിക്കുകയാണ്. ബുക്ക് വാങ്ങിക്കണം, പേന വാങ്ങിക്കണം, ഫീസ് കൊടുക്കണം, യൂണിഫോം വാങ്ങിക്കണം, ബസ്സിൽ യാത്ര ചെയ്യണം എന്നിങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ വിദ്യാർത്ഥി എന്ന നിലയിൽ നിങ്ങൾ അനുദിനം നേരിട്ട് കൊണ്ടേയിരിക്കുന്നു. ഇവയിൽ പലതിനും നിങ്ങൾ പരിഹാരം കാണുന്നുമുണ്ട്, ഇല്ലേ? നിങ്ങൾ ഉൾപ്പെടുന്ന നിങ്ങളുടെ സഹോദരങ്ങളും അതേപോലെ തന്നെ അച്ഛനും അമ്മയും ഉൾപ്പെടുന്ന നിങ്ങളുടെ കുടുംബം ഇതിനേക്കാളേറെ പ്രശ്നങ്ങൾ ഓരോ ദിവസവും നേരിട്ട് കൊണ്ടേയിരിക്കുകയാണ്. ഇതിനേക്കാളേറെ പ്രശ്നങ്ങൾക്ക് നിങ്ങളുടെ കുടുംബം പരിഹാരം കണ്ടെത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഓരോ ദിവസങ്ങളിലും, അല്ലേ? അങ്ങനെ നോക്കുമ്പം ഒരു രാജ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ രാജ്യം അനുദിനം നേരിട്ട് കൊണ്ടേയിരിക്കുന്ന പ്രശ്നങ്ങൾ ഒട്ടനവധിയാണ്. ലക്ഷക്കണക്കിൽ വരുന്ന പ്രശ്നങ്ങളാണ് ഓരോ രാജ്യവും ഓരോ ദിവസവും നേരിട്ട് കൊണ്ടേയിരിക്കുന്നത്. ലക്ഷക്കണക്കിൽ വരുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളാണ് ഓരോ രാജ്യവും അനുദിനം ചെയ്തുകൊണ്ടേയിരിക്കുന്നത്, അല്ലേ? അങ്ങനെ ലോകത്തിലെ സകല രാജ്യങ്ങളുടെയും, ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളും നേരിട്ട് കൊണ്ടേയിരിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഈ സാമ്പത്തിക പ്രശ്നങ്ങളുടെ കാര്യകാരണങ്ങൾ അടിമുടി മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രശ്നങ്ങൾക്കുള്ള ഏറ്റവും ഉചിതമായിട്ടുള്ള, ഏറ്റവും യുക്തിസഹമായിട്ടുള്ള, ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് ലോകരാജ്യങ്ങളെ മുന്നോട്ട് നയിച്ചു കൊണ്ടേയിരിക്കുന്നതിൽ ഏറ്റവും മുഖ്യമായ സ്ഥാനം വഹിക്കുന്ന ഒരു വിജ്ഞാന ശാഖയാണ് ഇക്കണോമിക്സ്. അതുകൊണ്ട് തന്നെ മറ്റ് വിജ്ഞാന ശാഖകളെ സംബന്ധിച്ചിടത്തോളം ഇക്കണോമിക്സിൻ്റെ സ്ഥാനം അല്പം മുകളിലാണ്. ഇക്കണോമിക്സിലെ പ്രശസ്തനായിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഒരുപക്ഷെ നിങ്ങൾ കേട്ട് കാണും, ആൽഫ്രഡ് മാർഷൽ. അദ്ദേഹം ഇക്കണോമിക്സിനെ നിർവചിച്ചിരിക്കുന്നത്, ഇക്കണോമിക്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: ഇക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് മാൻ ഇൻ ദ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്. നിത്യജീവിതത്തിൽ മനുഷ്യൻ എങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത്, ആ പെരുമാറ്റത്തെക്കുറിച്ചിട്ടുള്ള പഠനമാണ് ഇക്കണോമിക്സ്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മളിൽ പലരും കൺസ്യൂമേഴ്സാണ്. ഈസ് എ കൺസ്യൂമർ. ആരാണ്? ഉപഭോക്താവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ കൺസ്യൂമർ ഈസ് വൺ ഹൂ ബൈസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ ഹിസ് ഓൺ സാറ്റിസ്ഫാക്ഷൻ. അവനവൻ്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് സാധനങ്ങളും സേവനങ്ങളും വാങ്ങിക്കുന്ന വ്യക്തിയെയാണ് ഉപഭോക്താവ് എന്ന് പറയുന്നത്. നിത്യജീവിതത്തിൽ നമ്മളിൽ പലരും ഉൽപാദകരാണ്. Is a producer. ആരാണ് ഉൽപാദകൻ? എ പ്രൊഡ്യൂസർ വൺ ഹു പ്രൊഡ്യൂസസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു സെൽ. അല്ലേ? വിൽക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങളും സേവനങ്ങളും സൃഷ്ടിക്കുന്ന, നിർമ്മിക്കുന്ന വ്യക്തിയെയാണ് നമ്മൾ ഉൽപാദകൻ അഥവാ പ്രൊഡ്യൂസർ എന്ന് വിളിക്കുന്നത്. ഇൻ ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഇൻകം ജനറേറ്റ്സ്. അല്ലേ? ഉൽപാദന പ്രക്രിയയിൽ അവിടെ വരുമാനം സൃഷ്ടിക്കപ്പെടുന്നു. ദീസ് ജനറേറ്റഡ് ഇൻകം മേ ബി സേവ്ഡ്, എ പാർട്ട് മേ ബി ഇൻവെസ്റ്റഡ്. ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന വരുമാനം നമ്മൾ ഒരു ഭാഗം സേവ് ചെയ്യുന്നുണ്ട്, ഒരു ഭാഗം നമ്മൾ നിക്ഷേപിക്കുന്നുണ്ട്, അല്ലേ? ഇൻ ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഇൻകം ജനറേറ്റ്സ്. ദീസ് ജനറേറ്റഡ് ഇൻകം ആർ ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ ദ ഫോം ഓഫ് റെന്റ്, വേജ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. ഉൽപാദന പ്രക്രിയയിൽ ഉൽപാദനത്തിന് സഹായിച്ചിട്ടുള്ള ഫണ്ടമെൻ്റൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓൺട്രപ്രണർ, ഇവരുടെ ഇടയിൽ വരുമാനം റെൻ്റായിട്ട്, വേജായിട്ട്, ഇൻട്രസ്റ്റ് ആയിട്ട്, പ്രോഫിറ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, വിതരണം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നിത്യജീവിതത്തിൽ കൺസ്യൂമറായിട്ട്, പ്രൊഡ്യൂസറായിട്ട്, ഇല്ലേ, ഒക്കെയാണ് നമ്മളുടെ പെരുമാറ്റമുള്ളത്. ഇങ്ങനെ പ്രൊഡക്ഷൻ, കൺസംഷൻ, ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇക്കണോമിക്സിൽ പഠിക്കുന്നത്. ഇവയാണ് ഇക്കണോമിക്സിലെ സബ്ജക്റ്റ് മാറ്റേഴ്സ് അഥവാ പാഠ്യവിഷയം എന്ന് പറയുന്നത്. നമ്മൾ മുമ്പേ പറഞ്ഞു,
ഓരോ രാജ്യവും ഒരുപാട് പ്രശ്നങ്ങൾ നിത്യേന നേരിട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇല്ലേ? ഫോർ എക്സാമ്പിൾ, ദ പ്രോബ്ലം ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മോസ്റ്റ് സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് ദ മോസ്റ്റ് സീരിയസ് പ്രോബ്ലം ഫേസിങ് ഇൻ ഇന്ത്യ. ഇത്തരത്തിലുള്ള സുപ്രധാനമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള തൊഴിലില്ലായ്മ എന്ന പ്രശ്നം പരിഹരിക്കണമെങ്കിൽ വി മസ്റ്റ് നോ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് പെർസിസ്റ്റിംഗ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എത്രമാത്രം തൊഴിലാളികൾക്ക് തൊഴിൽ ലഭ്യമല്ല എന്നതിൻ്റെ യഥാർത്ഥ കണക്ക് നമുക്ക് ലഭ്യമാകണം. എങ്കിൽ മാത്രമേ നമുക്ക് തൊഴിലില്ലായ്മ എന്ന പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം നിർദ്ദേശിക്കാനായിട്ട് പറ്റുള്ളൂ. എത്രമാത്രം സ്കിൽഡ് ലേബേഴ്സിന് ഇവിടെ തൊഴിൽ ലഭ്യമല്ല, എത്രമാത്രം അൺസ്കിൽഡ് ലേബേഴ്സിന് ഇവിടെ തൊഴിൽ ലഭ്യമല്ല, ഈ വിവരം നമുക്ക് അറിയണം. സ്കിൽഡ് ലേബേഴ്സിന് തൊഴിൽ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾ, റിസോഴ്സസ് എത്രമാത്രമുണ്ട്, അതിൻ്റെ അളവ്, മാഗ്നിറ്റ്യൂഡ് നമ്മൾ അറിയണം. അവിദഗ്ധ തൊഴിലാളികൾക്ക് തൊഴിൽ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ഫെസിലിറ്റീസ് ഇവിടെ ലഭ്യമായിട്ടുണ്ട്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് അറിയണം. എങ്കിൽ മാത്രമേ നമുക്ക് തൊഴിലില്ലായ്മ എന്ന പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം നിർദ്ദേശിക്കാനായിട്ട് പറ്റുകയുള്ളൂ. പ്രശ്നം ഏതുമായിക്കൊള്ളട്ടെ, അത് വിലക്കയറ്റം ആയിക്കൊള്ളട്ടെ, കയറ്റുമതി ആയിക്കൊള്ളട്ടെ, എന്തോ ആയിക്കൊള്ളട്ടെ, പ്രശ്നം ഏതാണെങ്കിലും അതിന് പരിഹാരം കണ്ടെത്തണമെങ്കിൽ ആ പ്രശ്നത്തിൻ്റെ വ്യാപ്തി, അതിൻ്റെ അളവ്, വലുപ്പം, മാഗ്നിറ്റ്യൂഡ് നമുക്കറിഞ്ഞേ പറ്റുള്ളൂ. ഇങ്ങനെ ഓരോ പ്രശ്നത്തിൻ്റെയും മാഗ്നിറ്റ്യൂഡ് അറിയണമെങ്കിൽ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സഹായം കൂടിയേ തീരുള്ളൂ. സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നമുക്ക് ഓരോ പ്രശ്നത്തിൻ്റെയും വ്യാപ്തി പറഞ്ഞു തരുന്നത്, ഓരോ പ്രശ്നത്തിൻ്റെയും മാഗ്നിറ്റ്യൂഡ് നമുക്ക് പറഞ്ഞു തരുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ഇന്നവിറ്റബിൾ ഫോർ ഇക്കണോമിക്സ്. ഇക്കണോമിക്സിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റാറ്റിസ്റ്റിക്സ് അനിവാര്യമാണ്. നൗ വാട്ട് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ്? സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? വി ക്യാൻ സിംപ്ലി സേ സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ദി ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ ഓർ ക്വാണ്ടിഫിക്കേഷൻ ഓഫ് ദി ഫാക്ട്സ് ആൻഡ് ഫൈൻഡിങ്സ്. വസ്തുതകളുടെയും കണ്ടെത്തലുകളുടെയും അളവ് വിവരങ്ങളെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മെത്തേഡ്സുകളും അതുപോലെ തന്നെ ടെക്നിക്സും ഒക്കെ വളരെ വിശാലമായതുകൊണ്ട്, വളരെ വിപുലമായതുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഹാസ് ബീൻ ഡിഫൈൻഡ് ഇൻ ടു വേസ്, ബോത്ത് ഇൻ സിംഗുലർ സെൻസ് ആൻഡ് പ്ലൂറൽ സെൻസ്. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മെത്തേഡും അതുപോലെ തന്നെ ടെക്നിക്കും ഒക്കെ വളരെ വിശാലമായതുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്സിനെ നമ്മൾ രണ്ട് ആംഗിളിൽ കൂടിയാണ് നോക്കിക്കാണുന്നത്. ഒന്ന് സിംഗുലർ സെൻസിൽ കൂടെയും അടുത്തത് പ്ലൂറൽ സെൻസിൽ കൂടെയും. ഇനി സിംഗുലർ സെൻസ് പ്രകാരം എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്? ഇൻ സിംഗുലർ സെൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ് റെഫേഴ്സ് ടു ദി മെത്തേഡ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കളക്ഷൻ, ക്ലാസിഫിക്കേഷൻ, പ്രസൻറ്റേഷൻ, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദി ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. സിംഗുലർ സെൻസ് പ്രകാരം സ്റ്റാറ്റിസ്റ്റിക്സ് അർത്ഥമാക്കുന്നത് എങ്ങനെയാണ് ഡാറ്റ ശേഖരിക്കുന്നത്, കളക്ട് ചെയ്യുന്നത്, ആ ശേഖരിച്ച ഡാറ്റയെ നമ്മൾ എങ്ങനെയാണ് ക്രമീകരിക്കുന്നത്, ക്രമപ്പെടുത്തുന്നത്, ഓർഗനൈസ് ചെയ്യുന്നത്. ഇങ്ങനെ ക്രമപ്പെടുത്തിയിട്ടുള്ള ഡാറ്റ ഏത് പ്രകാരമാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ പ്രസൻറ്റേഷന് ശേഷം നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റയെ നമ്മൾ എങ്ങനെയാണ് വിശകലനം ചെയ്യുന്നത്, അനാലിസിസ് ചെയ്യുന്നത്, അവസാനമായിട്ട് എന്ത് വ്യാഖ്യാനമാണ് നമ്മൾ ഈ കണ്ടെത്തലുകൾക്ക് നൽകുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെത്തേഡുകളും പ്രിൻസിപ്പുകളുമാണ് സിംഗുലർ സെൻസ് പ്രകാരം സ്റ്റാറ്റിസ്റ്റിക്സ് കൈകാര്യം ചെയ്യുന്നത്. സ്റ്റേജസ് ഓഫ് statistical study. Studying statistics as a singular noun implies the knowledge of various stages of statistical study. Stage 1-ൽ collection of ഡാറ്റയും, Stage 2-ൽ organization of ഡാറ്റയും, Stage 3-ൽ presentation of ഡാറ്റയും, Stage 4-ൽ analysis of ഡാറ്റയും, Stage 5-ൽ interpretation of ഡാറ്റയുമാണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ വിവിധ സ്റ്റേജുകളായി നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക്
പ്ലൂറൽ സെൻസ് പ്രകാരം എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് നോക്കാം. ഇൻ പ്ലൂറൽ സെൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ് മീൻസ് ഡാറ്റ or numerical informations collected with a definite purpose. പ്ലൂറൽ സെൻസ് പ്രകാരം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാറ്റാസ് ആണ്, ദത്തങ്ങളാണ്. നമ്മൾ നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള പഠനം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നാം ശേഖരിക്കുന്ന ന്യൂമറിക്കൽ ഇൻഫർമേഷൻസിനെയാണ്, ഡാറ്റാസിനെയാണ് പ്ലൂറൽ സെൻസ് പ്രകാരം സ്റ്റാറ്റിസ്റ്റിക്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ലാതെ ഈ ഡാറ്റ എങ്ങനെ ശേഖരിക്കുന്നു എന്ന്, അതിൻ്റെ മെത്തേഡുകൾ എന്താണ്, അതിൻ്റെ ടെക്നിക്കുകൾ എന്താണ്, ഇതൊന്നും തന്നെ ഇവിടെ ചർച്ചാ വിഷയമല്ല. പ്ലൂറൽ സെൻസ് പ്രകാരം സ്റ്റാറ്റിസ്റ്റിക്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഡാറ്റാസ് മാത്രമാണ്, അല്ലെങ്കിൽ ന്യൂമറിക്കൽ ഇൻഫർമേഷൻസ് മാത്രമാണ്. ഇങ്ങനെ പ്ലൂറൽ സെൻസ് പ്രകാരം സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നൊന്ന് നമുക്ക് പരിശോധിക്കാം. കാരണം പരീക്ഷയ്ക്ക് ഒരു പക്ഷേ ചോദിച്ചേക്കാം, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ പ്ലൂറൽ സെൻസ്. അതുപ്രകാരം ദ ഫസ്റ്റ് ഫീച്ചർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് അഗ്രഗേറ്റ്സ് ഓഫ് ഫാക്ട്സ്. എന്താണ് ഫസ്റ്റ് ഫീച്ചർ? അഗ്രഗേറ്റ്സ് ഓഫ് ഫാക്ട്സ്. വിവരങ്ങളുടെ ആകെ തുകയെ പ്രതിനിധാനം ചെയ്യുന്നതാവണം സ്റ്റാറ്റിസ്റ്റിക്സ്. എ സിംഗിൾ നമ്പർ ഡസ് നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് സ്റ്റാറ്റിസ്റ്റിക്സ്. ഒരു നമ്പർ, ഒരു വെറും നമ്പർ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല. വൈ? ബിക്കോസ് എ സിംഗിൾ നമ്പർ ഈസ് ഇൻകേപ്പബിൾ ഫോർ കമ്പാരിസൺ. ഫ്രം ദ സിംഗിൾ നമ്പർ വി കനോട്ട് ഡ്രോ എനി കൺക്ലൂഷൻ. ഒരു സിംഗിൾ നമ്പറിൽ നിന്നും, കേവലം ഒരു സംഖ്യയിൽ നിന്നും നമുക്ക് ഒരു തരത്തിലുള്ള നിഗമനങ്ങളിലും കൺക്ലൂഷനുകളിലും എത്തിച്ചേരാനായിട്ട് പറ്റുകയില്ല. ഒരു തരത്തിലുള്ള താരതമ്യവും സിംഗിൾ നമ്പർ കൊണ്ട് സാധ്യവുമല്ല. അതുകൊണ്ട് തന്നെ എ സിംഗിൾ നമ്പർ ഈസ് നോട്ട് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സ് മസ്റ്റ് ബി ദ അഗ്രഗേറ്റ്സ് ഓഫ് ഫാക്ട്സ്. ഫോർ എക്സാമ്പിൾ, there are 60 students studying in this class. ഇവിടെ 60 കുട്ടികൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. 60, ഇറ്റ് ഈസ് എ ന്യൂമറിക്കൽ ഇൻഫർമേഷൻ അല്ലേ? ബട്ട് ദിസ് നമ്പർ ഈസ് നോട്ട് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇതെന്തല്ല? സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല. 100 കുട്ടികൾ പഠിക്കുന്ന ഈ സ്ഥാപനത്തിൽ 60 കുട്ടികൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നു, 40 കുട്ടികൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതെന്തായി? സ്റ്റാറ്റിസ്റ്റിക്സ് ആയി. എല്ലാ നമ്പറുകളും സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല. പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്സ് എന്തിൽ മാത്രമേ നമ്മൾ പറയാറുള്ളൂ? നമ്പറിൽ മാത്രമേ പറയാറുള്ളൂ. ഓക്കെ, സോ സ്റ്റാറ്റിസ്റ്റിക്സ് മസ്റ്റ് ബി ദി അഗ്രഗേറ്റ്സ് ഓഫ് ഫാക്ട്സ്. Then only we can make a comparison. Then only we can draw conclusion from it. So remember, the first feature of statistics is that aggregates of facts. Second feature of statistics is numerically expressed. Statistics must be expressed in numbers. സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ നമ്പറിൽ കൂടി മാത്രമേ പ്രസ്താവിക്കാനായിട്ട് പാടുള്ളൂ. ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് സച്ച് ആസ് ടോൾ ഓർ ഷോർട്ട്, ബിഗ് ഓർ സ്മോൾ എറ്റ്സെട്ര ആർ നോട്ട് കൺസിഡേർഡ് ആസ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഉദാഹരണമായിട്ട്, ഫുട്ബോൾ കളിക്കാരനായിട്ടുള്ള റൊണാൾഡോ മെസ്സിയേക്കാൾ ഉയരം കൂടിയവനാണ് എന്ന് പറഞ്ഞാൽ അതെന്തല്ല? സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല. ഇൻസ്റ്റഡ്, ദ ഹൈറ്റ് ഓഫ് Ronaldo is 6 feet and 2 inches, whereas the height of Messi, Lionel Messi, is 5 feet and 7 inches. അതെന്തായി? സ്റ്റാറ്റിസ്റ്റിക്സ് ആയി. അപ്പം ന്യൂമറിക്കലി എക്സ്പ്രസ്ഡ് ആയിരിക്കണം. ഇതാണ് രണ്ടാമത്തെ ഫീച്ചർ. And the third feature of statistics is that collected in a systematic manner. The third feature is that collected in a സിസ്റ്റമാറ്റിക് മാനർ. വളരെ ആസൂത്രണത്തോടു കൂടിയിട്ട്, വളരെ അടുക്കും ചിട്ടയോടും കൂടിയിട്ട് വേണം നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകുവാനും നമുക്ക് കൃത്യമായ നിഗമനങ്ങളിൽ എത്തിച്ചേരാനും പറ്റുകയുള്ളൂ. സോ data should be collected in a systematic manner. This is the third feature of statistics. And the fourth feature of statistics is that predetermined purpose. The fourth feature is that
പ്രീ ഡിറ്റർമിൻഡ് പർപ്പസ്. നമുക്ക് മുൻകൂട്ടി ഒരു ലക്ഷ്യം വേണം. ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഏത് തരത്തിലുള്ള ഡാറ്റയാണ് നമുക്ക് ആവശ്യമുള്ളത്, നമ്മളുടെ പഠനം എന്താണ്, അതിനാവശ്യമായിട്ടുള്ള ഡാറ്റകൾ വേണം നമ്മൾ കളക്ട് ചെയ്യാനായിട്ട്. ഇഫ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ സ്റ്റഡി ഈസ് നോട്ട് പ്രീ ഡിറ്റർമിൻഡ്, ദെൻ ദ ഡാറ്റ കളക്റ്റഡ് വിൽ നോട്ട് ബി സ്യൂട്ടബിൾ ഫോർ അവർ സ്റ്റഡി. അത് നമ്മളുടെ പഠനത്തിന് ഒരു പക്ഷേ പ്രയോജനകരമായി എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ പഠനം നമ്മുടെ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കണം. ദ പ്രീ ഡിറ്റർമിൻഡ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഡാറ്റ ആയിരിക്കണം നമ്മൾ ശേഖരിക്കേണ്ടത്. ദിസ് ഈസ് ദ ഫോർത്ത് ഫീച്ചർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇനി അഞ്ചാമത്തെ ഫീച്ചർ, എന്യൂമറേറ്റഡ് ഓർ എസ്റ്റിമേറ്റഡ്. സ്റ്റാറ്റിസ്റ്റിക്സ് may be collected by enumeration or the same be estimated. നമ്മുടെ പഠന മേഖലയുടെ വ്യാപ്തി വളരെ വിശാലമാണ് എങ്കിൽ അവിടെ എസ്റ്റിമേഷൻ ആയിരിക്കും നമുക്ക് ഏറെ ഗുണകരം. എന്നാൽ പഠന മേഖലയുടെ വ്യാപ്തി വളരെ ചെറുതാണ് എങ്കിൽ ഏറ്റവും നല്ലത് നമുക്ക് എന്യൂമറേഷനാണ്. സോ ദീസ് ആർ ദ 5 ഫീച്ചേഴ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ശ്രദ്ധ നിങ്ങൾ ഈ മേഖലയിൽ കൊടുക്കുക. ഇനി ഞാനിവിടെ പറയാനായിട്ട് പോകുന്നത്, ഓരോ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റേജിലും എന്തെല്ലാം തരത്തിലുള്ള ടൂളുകളാണ് നമ്മളിവിടെ പ്രയോജനപ്പെടുത്തുന്നത്. ഇങ്ങനെയൊരു ചോദ്യവും പലപ്പോഴായിട്ട് കാണാറുണ്ട്. അതിനായിട്ട് നിങ്ങൾ താഴെ കാണുന്ന വീഡിയോ വളരെ ശ്രദ്ധാപൂർവം ഒന്ന് കാണുക. Statistical tools. Each stage of the statistical study involves the use of certain statistical techniques or methods. These techniques or methods are called statistical tools. സ്റ്റേജ് 1-ൽ, അതായത് കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന സ്റ്റേജിൽ സെൻസസ് ഓർ സാമ്പിൾ ടെക്നിക്സ് എന്ന ടൂളാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്. സ്റ്റേജ് 2-ൽ, അതായത് ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ എന്ന സ്റ്റേജിൽ എറേ ഓഫ് ഡാറ്റ ആൻഡ് ടാലി ബാർസ് എന്നീ ടൂളുകൾ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നു. സ്റ്റേജ് 3, അതായത് പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ എന്ന സ്റ്റേജിൽ ടേബിൾസ്, ഗ്രാഫ്സ് ആൻഡ് ഡയഗ്രാംസ് എന്നീ ടൂളുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. 4-ാമത്തെ സ്റ്റേജായ അനാലിസിസ് ഓഫ് ഡാറ്റയിൽ പെർസെൻറ്റേജസ്, ആവറേജസ്, കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ കോഎഫിഷ്യൻസ് എന്നീ ടൂളുകൾ നമുക്ക് പ്രയോജനപ്പെടുത്താം. അവസാന സ്റ്റേജായ സ്റ്റേജ് 5, അതായത് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ എന്ന സ്റ്റേജിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് പെർസെൻറ്റേജസ്, ആവറേജസ് ആൻഡ് ദ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഇക്കണോമിക് വേരിയബിൾസ്, ഈ ടൂളുകളാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്. ഇനി നമ്മൾ ഈ പാഠത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം സ്വല്പം പ്രാധാന്യമുള്ള മറ്റൊരു പാഠഭാഗം. വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്? സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പ്രാധാന്യം എന്തെല്ലാമാണ്? The first and foremost importance of statistics is that quantitative expression of economic problems. സാമ്പത്തിക പ്രശ്നങ്ങൾ ക്വാണ്ടിറ്റേറ്റീവായിട്ട് നമുക്ക് പറഞ്ഞു തരണം. ഏതൊരു പ്രശ്നത്തെ നമുക്ക് നേരിടണമെങ്കിലും ആ പ്രശ്നത്തിൻ്റെ വ്യാപ്തി, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അളവ് എത്രയാണെന്ന് നമുക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. സ്റ്റാറ്റിസ്റ്റിക്സ് ഓരോ പ്രശ്നവും എത്രമാത്രം അതിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് എക്സ്പ്രഷൻ നമുക്ക് കാണിച്ചു തരുന്നു. അതോടുകൂടിയിട്ട് ആ പ്രശ്നത്തെ നമുക്ക് ഏറ്റവും ശാസ്ത്രീയമായിട്ട്, ഏറ്റവും ഉചിതമായ രീതിയിൽ, രമ്യമായിട്ട് പരിഹരിക്കാനായിട്ട് പറ്റുന്നു. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. ദ സെക്കൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ദാറ്റ് ഇന്റർ സെക്ടറൽ ആൻഡ് ഇന്റർ ടെമ്പറൽ കമ്പാരിസൺ. ഇന്റർ സെക്ടറൽ ആൻഡ് ഇന്റർ ടെമ്പറൽ കമ്പാരിസൺ. ഇന്റർ സെക്ടറൽ കമ്പാരിസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വിവിധ മേഖലകൾ, ഉദാഹരണമായിട്ട് പ്രാഥമിക മേഖലയും ദ്വിതീയ മേഖലകളും, ഈ പ്രാഥമിക മേഖലയിലെ വളർച്ചാ നിരക്കും ദ്വിതീയ മേഖലയിലെ വളർച്ചാ നിരക്കും നമുക്കൊന്ന് താരതമ്യം ചെയ്യണമെങ്കിൽ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് കൂടിയേ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഇന്റർ ടെമ്പറൽ കമ്പാരിസൺ, ഈ വർഷത്തെ എക്സ്പോർട്ട് കയറ്റുമതി എത്രയാണ്, കഴിഞ്ഞ വർഷത്തെ എക്സ്പോർട്ട് എത്രയായിരുന്നു, ഈ 2 വർഷത്തെ കയറ്റുമതിയെ നമുക്കൊന്ന് താരതമ്യം ചെയ്യണമെങ്കിൽ, നമുക്ക് ഇന്റർ ടെമ്പറൽ കമ്പാരിസൺ ഇവിടെ നടത്തണമെങ്കിൽ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് കൂടിയേ പറ്റുള്ളൂ. ദിസ് ഈസ് ദ സെക്കൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്.
And the third importance of statistics is that economic forecasting. സാമ്പത്തിക പ്രവചനം നടത്താനായിട്ട് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് അറിയുന്നത് കൊണ്ട് പറ്റുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മൾ പെട്രോളിൻ്റെ വില ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്, നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ, ഏതാനും മാസങ്ങളിലെ പെട്രോളിൻ്റെ വില നോക്കിയപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായി, പെട്രോളിൻ്റെ വില കൂടി വരികയാണ്. എങ്കിൽ നമുക്ക് പ്രവചിക്കാം, സമീപ ഭാവിയിലും പെട്രോളിൻ്റെ വില വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് എങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ചെലവ് വർദ്ധിക്കും. ട്രാൻസ്പോർട്ടേഷൻ ചെലവ് വർദ്ധിക്കുകയാണെങ്കിൽ സാധനങ്ങളുടെ വില നിലവാരം കുതിച്ചു വരും. വില നിലവാരം വർദ്ധിക്കുകയാണെങ്കിൽ ഡിമാൻഡ് കുറയും. ഇങ്ങനെ ഭാവിയിൽ ഡിമാൻഡ് കുറയും എന്ന് നമുക്ക് പ്രവചിക്കാനായിട്ട് പറ്റിയത് പെട്രോളിൻ്റെ വില, അതിനെക്കുറിച്ചുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയത് കൊണ്ടും പഠിച്ചത് കൊണ്ടുമാണ്. സോ ദിസ് ഈസ് ദ തേർഡ് ഇമ്പോർട്ടൻസ് ഓഫ് statistics. And the fourth importance of statistics is that formulation of policies. The fourth one is that formulation of policies. നയരൂപീകരണത്തിന് ഗവൺമെൻറ്റുകൾക്കും സ്ഥാപനങ്ങൾക്കും ഒക്കെ തന്നെ നയം രൂപീകരിക്കണമെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് അറിഞ്ഞേ പറ്റുള്ളൂ. ഉദാഹരണത്തിന് ഗവൺമെൻറ്റിന് ജനങ്ങളുടെ നികുതി അടയ്ക്കാനുള്ള ശേഷിയെക്കുറിച്ചിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് അറിയാമെങ്കിൽ മാത്രമേ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും സുപ്രധാന വരുമാന മാർഗമായിട്ടുള്ള ടാക്സ് വർദ്ധിപ്പിക്കാനായിട്ട് പറ്റുമോ, അല്ല കുറയ്ക്കേണ്ടതായിട്ടുണ്ടോ എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ, എന്നതിനുള്ള നയങ്ങൾ രൂപപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത്തരത്തിൽ ഒരുപാട് സാധ്യതകൾ, ഒരുപാട് പ്രാധാന്യമുള്ള ഒരു സബ്ജക്റ്റാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇത്രയും കാര്യങ്ങളാണ് സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ചിട്ടുള്ള വളരെ ലളിതമായിട്ടുള്ള, വളരെ പരിമിതമായിട്ടുള്ള ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ഈ ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ, ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നമ്മളോട് വിശദീകരിക്കുന്നത്. ഈ ഒരു ക്ലാസ്സോട് കൂടിയിട്ട് നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ എന്നെ കണ്ടിട്ടും കേട്ടിട്ടുമുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഒത്തിരി നന്ദി പറയുകയാണ്. എല്ലാ വിദ്യാർത്ഥികളും ഈ ചാനലിൻ്റെ ഭാഗമായിട്ട് മാറുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ക്ലാസ് കണ്ട് ഏറ്റവും ഭംഗിയായി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ പഠനം പൂർത്തീകരിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.